ഹായ് ഓൾ, ദിസ് ഇസ് 26 ഡിസംബർ. ക്രിസ്മസും കടലിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ എണീറ്റത് തന്നെ ഒരു പനിയുമായിട്ടാണ്. മെഫ്താലെടുത്തു, പാരസിറ്റമോൾ എടുത്തു, എല്ലാം കഴിഞ്ഞ് കുറേ നേരം കിടന്ന് ഉറങ്ങിയൊന്ന് എണീറ്റപ്പോഴത്തേക്ക് പനി അങ്ങ് വിട്ടുപിടിച്ചു. ഒരു കുളിയൊക്കെ പാസ്സാക്കി തപ്പേന്ന് ഡിന്നർ ഉണ്ടാക്കിയിട്ട് നമ്മൾ മൂവിക്ക് പോവുകയാണ്. വിന്താലുവിൻ്റെ ബാക്കി ഇരിപ്പുള്ളത് കൊണ്ട് അതിങ്ങനെ ചൂടാക്കി ചൂടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂടാക്കും തോറും വിന്താലുവിൻ്റെ ടേസ്റ്റ് കൂടും. റെഡി ടു കുക്ക് ചപ്പാത്തി ഇരുന്നതെടുത്ത് ആലനും കുക്കുവിനുമായിട്ട് ഒരു 4-5 ചപ്പാത്തി ചെയ്തു. 2 ഞാനും ചെയ്ത് കഴിച്ചു. 2 തവണത്തെ ചൂടാക്കൽ കഴിഞ്ഞപ്പോഴേക്ക് വിന്താലുവിൻ്റെ ഗ്രേവിയൊക്കെ നല്ല രീതിക്ക് അങ്ങോട്ട് വറ്റി. കുക്കു സാർ അതുമായിട്ട് കഴിക്കുന്നില്ല, നെയ്യും ഷുഗറും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് 2 ചപ്പാത്തി എടുത്ത് നടുക്ക് നെയ്യും ഷുഗറും ഇട്ട് കൊടുത്തു. പാതിര കുർബാനയുടെ തണുപ്പും പിറ്റേന്ന് കടലിൽ കുളിച്ചപ്പോൾ നിറകേറിയ വെള്ളവും ഒക്കെ ചേർന്നിട്ട് തൊണ്ട കംപ്ലീറ്റ് ആയിട്ട് പൂട്ടി വെച്ചേക്കാണ്. ഈ വീട്ടിലെ 2 അലർജിക്കാരാണ് ഞാനും കുക്കും. തിയേറ്ററിലുള്ള തണുപ്പ് ഇനിയും പണി തരണ്ടാന്ന് കരുതിയിട്ട് സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് പോക്ക്. പരവൂരിലെ തിയേറ്ററിലാണ് കേട്ടോ ടിക്കറ്റ് കിട്ടിയത്, വേറെ എങ്ങും ഇല്ല. ഞങ്ങളും ജാക്കി ഇരേപുരത്ത് നിന്നും പിന്നെ പുലിച്ചിറയിൽ നിന്നും കോട്ടയത്തു നിന്നും ചേച്ചിയും സിമ്പിളും ഒക്കെ വരുന്നുണ്ട് ഫാമിലി ആയിട്ട്. ഞങ്ങൾ റൈഫിൾ ക്ലബ്ബ് കാണാനാണ് കേട്ടോ പോയത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പടം കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഒരു തോക്ക് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരുത്തനിട്ട് 2 വെടി പൊട്ടിക്കാമെന്ന് തോന്നിപ്പോവും. പടം ഒരു രക്ഷയില്ല, കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടു നോക്കും. പടത്തിൽ പോർക്ക് വരട്ടിയതും ബീഫും ഒക്കെ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഡാരലിന് വിശക്കുന്നു എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തട്ടുദോശ അടിച്ചിട്ട് നേരെ വീട്ടിലേക്ക്. ഡാരൽ ഇന്ന് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.